ചില വ്യക്തി ജീവിതങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവരെപ്പോഴും അവരുടെ അച്ഛനമ്മമാരെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ടോയ്സോ സ്വീറ്റ്സോ കൊടുത്ത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചാൽ പോലും അത്ര പെട്ടെന്നൊന്നും അവരുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അടുത്ത് നിന്ന് അവരെ മാറ്റാനാവില്ല. സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും അടുത്തായിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. തങ്ങൾ ഒരു സേഫ് സോണിലാണ് എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം ആ കുഞ്ഞു മനസ്സിൽ അവരറിയാതെ തന്നെ പിടിച്ചുപറ്റുന്നു. ഇങ്ങനെ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ സ്നേഹവും വിശ്വാസവും ധൈര്യവും കോൺഫിഡൻസും നിറയും. ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളരുമ്പോഴും യഥാർത്ഥമായ സേഫ് സോൺ മറക്കുകയില്ല. അവരുടെ കണ്ണുകളിൽ ആകർഷിക്കപ്പെടുന്ന വഴിയോര കാഴ്ചകളിൽ നിന്നും കാഴ്ചകളിലേക്ക് അവർ തെന്നി വീഴുകയില്ല. ഇതുപോലൊരു സേഫ് സോണിൽ വളർത്തപ്പെട്ട കുഞ്ഞ് തന്നെയാണ് കുഞ്ഞു ക്ലാരയും. അമ്മയായിരുന്നു കുഞ്ഞു ക്ലാരയുടെ സേഫ് സോൺ. അമ്മയെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അവൾ ജീവിച്ചു. അമ്മയുടെ ഭക്തി നിറഞ്ഞ ജീവിതവും പുണ്യങ്ങളും ക്ലാരയുടെ ജീവിതത്തെ അത്യധികമായി സ്വാധീനിച്ചു. അമ്മയിൽ നിന്നും അനുഭവിച്ച സുരക്ഷിതത്വവും സ്നേഹവും ധൈര്യവും കോൺഫിഡൻസുമെല്ലാം അവൾ മറ്റൊരാളിൽ ദർശിക്കുവാൻ തുടങ്ങി. അതാരാണെന്നല്ലേ? നസ്രസിലെ ഈശോയിൽ. ഈശോ അവളെ ആകർഷിച്ചു. ഈശോയുടെ സ്വന്തമാകുവാൻ അവൾ കൊതിച്ചു. ഈശോയിൽ സുരക്ഷിതത്വവും സ്നേഹവും ധൈര്യവും കോൺഫിഡൻസും കണ്ടെത്തിയ ജീവിത രീതിക്ക് അവൾ സന്യാസമെന്ന് പേർ വിളിച്ചു. സന്യാസം ആശ്ലേഷിക്കുവാൻ ധീരതയോടെ കാലെടുത്ത് വെച്ച അവളുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഈശോ എന്ന സേഫ് സോണിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും വിമൺ എംപവർമെൻറ്റിനെ കുറിച്ചും ഒത്തിരി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. എന്നാൽ ഇതിൻ്റെ പേര് പോലും കേൾക്കാത്ത 13-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെയെല്ലാം ആൾരൂപമായി മാറിയവളാണ് ക്ലാര. 13-ാം നൂറ്റാണ്ടിൽ സന്യാസ സഭകൾക്ക് പുരുഷന്മാർ മാത്രം നിയമാവലികൾ എഴുതിയുണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ക്ലാര തൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം വാങ്ങിച്ചെടുത്തു. ധീരതയോടെ സന്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ച ക്ലാരയ്ക്ക് പിന്നാലെ ഒത്തിരിയധികം സ്ത്രീകളാണ് കടന്നു വന്നത്. ഈ സ്ത്രീ ജീവിതങ്ങളെയെല്ലാം ശാക്തീകരിക്കുകയല്ലേ വിശുദ്ധ ക്ലാര ചെയ്തത്. ഇന്നിൻ്റെ തലമുറ നമ്മോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്: ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ല. യെസ്, യു ക്യാൻ റിലേറ്റ് വിത്ത് സെയിൻറ്റ് ക്ലെയർ ഓഫ് അസിസി. അതെ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ സാധിക്കും. സ്മാർട്ട് ഫോണും സ്മാർട്ട് ടിവിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. എന്നാൽ ഈ ടെക്നോളജി 13-ാം നൂറ്റാണ്ടിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ക്ലാരയുടേത്. ഇതിന് ആധാരമായ സംഭവം ഇങ്ങനെയാണ്. ഒരു ക്രിസ്മസ് രാത്രി രോഗിണിയായി ക്ലാര തൻ്റെ മുറിയിലെ കട്ടിലിൽ കിടക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ ക്ലാരയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ക്ലാരയുടെ പ്രിയപ്പെട്ട ഈശോ തൻ്റെ മുറിയിലെ വോൾ ടെലിവിഷൻ സ്ക്രീനായി മാറ്റിക്കളഞ്ഞു. ക്ലാര മുറിയിലിരുന്നു കൊണ്ട് ഇടവകപ്പള്ളിയിൽ നടന്നിരുന്ന അതേ കുർബാന തൻ്റെ മുറിയിൽ വെച്ച് സംബന്ധിച്ചു. ഈ സംഭവത്തെ ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധ ക്ലാരയെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവിനെ സേഫ് സോണായി കണ്ട ഒരു ജീവിതത്തിൻ്റെ കഥയാണ് നാം ഇന്ന് കേട്ടത്. ഇതുപോലെ എൻ്റെയും നിൻ്റെയും സേഫ് സോൺ ക്രിസ്തുവാകുകയാണെങ്കിൽ ഒരുപാട് ക്ലാരമാർ നമ്മിൽ നിന്നും ജന്മമെടുക്കും. ക്രിസ്തുവിനെ സേഫ് സോൺ ആക്കിക്കൊണ്ടുള്ള ചങ്കുറ്റം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥം വഴിയായി കൃപയും അനുഗ്രഹവും നല്ല ദൈവം നമ്മിൽ ഓരോരുത്തരിലേക്കും വർഷിക്കട്ടെ. ഈ തിരുനാൾ ദിനത്തിൽ, വിശുദ്ധ ക്ലാരയുടെ ഈ തിരുനാൾ ദിനത്തിൽ അതിനാവശ്യമായ എല്ലാ കൃപകളും നൽകുവാൻ നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉറച്ച തീരുമാനങ്ങളോടെ, ഉറച്ച നിലപാടുകളോടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ക്ലാരയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.